രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അതിജീവിതയ്ക്ക് നോട്ടീസ് അയച്ചു പോലീസ്. മൊഴി നൽകാൻ കഴിയുന്ന സമയവും സ്ഥലവും അറിയിക്കണമെന്നാണ് ആവശ്യം. അതിജീവിത പരാതി അയച്ച ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നോട്ടീസ് അയച്ചത്. ഷഫീദ് റാവുത്തർ ചേരുന്ന വിശദാംശങ്ങളുമായി. ഷഫീദ്, ഒരു കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി അല്പസമയത്തിനകം വരികയാണ്. അപ്പോൾ തന്നെ രണ്ടാം കേസിൽ സമാന്തരമായി തന്നെ SIT മൊഴിയെടുപ്പിലേക്കും തുടർ നടപടികളിലേക്കും നീങ്ങുകയാണ്. ഗോകുലി, രണ്ടാം കേസിനെ സംബന്ധിച്ചിടത്തോളം അത് രാഹുലിന്റെ ആദ്യ കേസിലെ ആന്റിസിപ്പേറ്ററി ബെയിലിൽ വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ തന്നെ പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇതിന്റെ FIR കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അത് മാത്രമല്ല, അക്കാര്യത്തിൽ ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ആരംഭിച്ചു എന്നും കൂടി കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ അതിജീവിതയ്ക്ക് രണ്ടാമത്തെ കേസിൽ പരാതി നൽകിയിട്ടുള്ള അതിജീവിതയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് അതിജീവിത പരാതി അയച്ച മെയിലിലേക്കാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിട്ടുള്ളത്. മൊഴി നൽകാൻ കഴിയുന്ന സമയവും സ്ഥലവും അറിയിക്കണമെന്നാണ് ആവശ്യം. മറുപടി ലഭിച്ചാൽ ഉടൻ തന്നെ മൊഴിയെടുക്കും. ഒരുപക്ഷെ രാഹുലിനെ സംബന്ധിച്ച് ഈ ആദ്യ കേസിനേക്കാൾ കൂടുതൽ ഗൗരവത്തിലുള്ളത് രണ്ടാമത്തെ കേസാണ്. അതിൽ FIR-ൽ തന്നെ പറയുന്നുണ്ട് നടന്നത് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനമാണെന്ന്. മാത്രമല്ല അതിൽ വിവാഹ വാഗ്ദാനം നൽകി. അതായത് ഇപ്പോൾ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി 2023 നടന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ പരാതിപ്പെട്ടിരുന്നത്. 2023 വിവാഹ വാഗ്ദാനം നൽകി ശേഷം വെക്കേഷന് കേരളത്തിലേക്ക് വന്നപ്പോൾ ഒറ്റപ്പെട്ട ഒരു സ്റ്റേക്കേഷനിലേക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. ഈ ഫ്യൂച്ചർ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വരുത്തിയതെന്നും ഫെനീനൈനാണ് വാഹനം ഓടിച്ച് അവിടേക്ക് കൊണ്ടുപോയതെന്നും ശേഷം അത് കഴിഞ്ഞ് ഉപേക്ഷിച്ചുവെന്നും പിന്നീട് ഒരു മാസത്തിന് ശേഷം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ തന്നെ സമീപിച്ചു എന്നൊക്കെയാണ് ആ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത് KPCC പ്രസിഡന്റാണ് ആ പരാതി എത്തിയതെങ്കിലും പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും അതിൽ ക്രൈംബ്രാഞ്ച് FIR ഇട്ട് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. മാത്രമല്ല ആ പെൺകുട്ടിയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കണമെന്നുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ സമാന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ടാണ് FIR അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ മുൻപിലേക്ക് പ്രോസിക്യൂഷൻ കൊണ്ടുപോവുകയും ചെയ്തത്. ഈ കേസിന്റെ തുടർ നടപടികൾ വളരെ നിർണായകമാകും. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി മൊഴി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ കേസിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം നേടിയാലും രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുക അത് ശരിയായ ഒരു കാര്യമായി പോകില്ല. മാത്രമല്ല ഇയാളുടെ തുടർച്ചയായിട്ടുള്ള ഇത്തരം അതിക്രമ സംഭവങ്ങൾ അതടക്കം കോടതി അക്കൗണ്ടബിളായി കൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രധാനപ്പെട്ട വാദങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ ഗീനാകുമാരിയും അതേപോലെ തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാർ, ശേഖർജി തമ്പി എന്നിവർ കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ട് തെളിവടക്കമുള്ള കാര്യങ്ങൾ, അതായത് സമർപ്പിച്ചിട്ടുള്ള രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറയാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ കോടതി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും എന്നുള്ളതാണ് കോടതിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഒരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ പോകുമ്പോൾ തന്നെ SIT സമാന്തരമായി രണ്ടാമത്തെ കേസിൽ ഇന്നലെ വന്ന പരാതിയിൽ ഇമെയിലായി ലഭിച്ച പരാതിയിൽ ആ യുവതിയുടെ മൊഴിയെടുത്ത് ആ കേസിന്റെ നടപടികളിലേക്ക് പോവുകയാണ്. ആ കേസ് കൂടി ഇന്ന് കോടതിയിൽ മെൻഷൻ ചെയ്യപ്പെട്ടിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ നോ ടു അറസ്റ്റ് ആപ്ലിക്കേഷനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇന്ന് ഈ രണ്ടാമത്തെ കേസ് 23 വയസ്സുകാരിയായ സംസ്ഥാനത്തിന് പുറത്തുള്ള യുവതിയുടെ പരാതി മെൻഷൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ, ലൈംഗിക പീഡനം, നിർബന്ധിച്ചുള്ള ലൈംഗിക പീഡനം, അതിക്രമം, അതിന്റെ രൂക്ഷമായ പരാമർശങ്ങളാണ് ഇന്നലെ ആ പുറത്തു വന്ന KPCC പ്രസിഡന്റിനടക്കം അയച്ച ഇമെയിൽ പറയുന്നത്. ഏതായാലും ആ കേസിൽ തുടർ നടപടികളിലേക്ക് പോകുന്നു SIT. സമയവും സൗകര്യവും സ്ഥലവും അറിയിക്കുക, എവിടെ മൊഴിയെടുക്കാനാകും എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം SIT ആരായുന്നത് ആ പെൺകുട്ടിയോട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജാമ്യാപേക്ഷയിൽ വിധി വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നോ ടു അറസ്റ്റ് ആപ്ലിക്കേഷനിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.